ഒരു കാലത്ത് കേരളത്തിൽ തമിഴ് സഹോദരങ്ങളായിരുന്നു കൂടുതൽ ആളുകളായിട്ടും ജോലിക്ക് വരുന്നത്. ഇന്ന് നമ്മുടെ ഈ തമിഴർ ജോലിക്ക് വരുന്നത് വളരെ കുറവാണ്. അതായത് ജോലിക്കാരായിട്ടും തൊഴിലാളികളായിട്ടും ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് വരുന്ന തമിഴരുടെ എണ്ണം വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുകയുള്ളൂ. കാരണം തമിഴ്നാട് ഒരുപാട് വികസിച്ചു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അവർക്കവിടെ ജോലി സാധ്യതയൊക്കെ ഉണ്ടായി. ഇത്രത്തോളം ശമ്പളമില്ലെങ്കിലും ഏതാണ്ട് ഇതിനടുത്ത ശമ്പളമൊക്കെ അവർക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിലേക്ക് അവർ പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകളും പിന്നെ വരാൻ തുടങ്ങിയത്, അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ തൊഴിലന്വേഷിച്ച് വരാൻ തുടങ്ങിയത് യു പിയിൽ നിന്ന് വരും, ബീഹാറിൽ നിന്ന് വരും, ആസാമിൽ നിന്ന് വരും, ബംഗാളിൽ നിന്ന് വരും, ഒറീസയിൽ നിന്ന് വരും, ഒഡീഷ അവിടുന്ന് വരും. അപ്പോൾ ഇവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ജീവിത സാഹചര്യങ്ങൾ വളരെ പട്ടിണി കിടക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഒഡീഷയിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബന്ധപ്പാടാണ്. അതുപോലെ പശ്ചിമ ബംഗാൾ കുറെ കൂടെ നല്ലതാണെങ്കിൽ പോലും അവിടെയും ബുദ്ധിമുട്ടാണ്. ഇതേപോലുള്ള ശമ്പളമൊന്നുമില്ല. ആസാമിൽ ഒന്നുമില്ല, സാലറി ഒന്നുമില്ല, ജോലി വളരെ കുറവാണ്, ജോലികളൊക്കെ കിട്ടുന്നത്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ പതുക്കെ അവരിങ്ങോട്ട് കയറി വരാൻ തുടങ്ങി. അപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടായി ഇവിടെ. അപ്പം നമ്മൾ അവരെ അതിഥി തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയാതെ അവരെ അതിഥി തൊഴിലാളികൾ എന്ന് പറയാനുള്ള ഒരിടയുണ്ടായി. നമ്മുടെ ആതിഥ്യം അങ്ങ് വളരെ കൂടുതലായി വന്ന്. ഇപ്പം ഈ അതിഥികൾ ഇവിടെ വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതിഥികൾ വന്ന് കാട്ടിക്കൂട്ടുന്നതെന്ന് പറയുന്നത് വളരെ വലിയ കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടും. കാരണം എന്താ, അവരുടെ എണ്ണം ഒരുപാട് കൂടി. അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒന്ന് പറയാം, നമുക്ക് ആ പെരുമ്പാവൂർ ഈ സ്ഥലം ഒന്ന് എടുക്കാം. പെരുമ്പാവൂർ അവിടെ ഒരുപാട് പ്ലൈവുഡ് ഫാക്ടറികൾ ഉള്ള സ്ഥലമാണ്. അതായത് കേരളത്തിലെ അവിടുന്ന് ഇവിടുന്ന് അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ സ്ഥലങ്ങളിലും മുറിച്ചു മാറ്റപ്പെടുന്ന റബ്ബർ മരങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നത് പെരുമ്പാവൂരിലേക്കാണ്. ലോഡ് കണക്കിന് എത്ര ലോഡാണ് ഒരു ദിവസം പെരുമ്പാവൂരിലേക്ക് ഈ മരങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് ഈ സോഫ്റ്റ് വുഡ് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പെരുമ്പാവൂരിലേക്കാണ്. ഈ ഫാക്ടറികളിലെല്ലാം തൊഴിലാളികളെ വേണം. ഇവിടുന്ന് മലയാളികൾ ഇവിടെങ്ങും പോകത്തില്ല. അവരിവിടെ ഒരു ജോലിയും ശരീരം അനങ്ങി ചെയ്യത്തില്ല. ഉടുപ്പ് ഊരിയിട്ട് ചെയ്യുന്ന ഒരു ജോലി അവർ ചെയ്യുകയില്ല. കാരണം വേർക്കുന്ന ഒരു പണിയും ഇവിടെ കേരളത്തിൽ അവർ ചെയ്യത്തില്ല. നേരെ മറിച്ച് വെളിയിൽ പോയാൽ തോട്ടിപ്പണി ചെയ്യാനും അവർ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. ഇന്ത്യക്ക് വെളിയിൽ പോകണം, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നതല്ല, ഇന്ത്യക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇവരെന്ത് പണി വേണമെങ്കിലും ചെയ്യും, ഒരു കുഴപ്പമില്ല. അവിടെ പോയി വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന നമുക്ക് കാണാം കേട്ടോ. അവിടെ മരിച്ചു വീഴും വെയിൽ കൊണ്ട് താങ്ങാതെ ഒനാവാതെ. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ജോലി ചെയ്യത്തില്ല, അതിന് പകരം അങ്ങോട്ട് പോകും. അതിന് പകരം ഇവിടെ അതിഥി തൊഴിലാളികളാണ് ഇവിടെ നമുക്ക് സ്വീകാര്യം. അതിൻ്റെ കാരണം ഇവിടെ കിട്ടാനില്ല, മലയാളികളാരും ജോലിക്ക് വരികയല്ല, ഒന്നുമില്ല. ആ തൊഴിലുള്ളതിനും അങ്ങനെയുള്ള തൊഴിലുകളിലൊന്നും ആരും വരികയല്ല. പിന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കാർപ്പൻറ്റേഴ്സ് പോലും വളരെ കുറവല്ലേ ഇവിടെ കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പണ്ട് വിശ്വകർമ്മ എന്ന് പറയുന്ന സമുദായത്തിൽ നിന്നുള്ളവരാണെങ്കിൽ ഇന്ന് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട എത്ര കാർപ്പൻറ്റേഴ്സ് കാണും? എണ്ണം വളരെ കുറവാണ്. അപ്പം അവരുടെ ജോലി പഠിച്ചെടുത്തേക്കുന്നത് മറ്റ് സഹോദരങ്ങളാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റ് ഹിന്ദുക്കളും ഒക്കെ ഇവരുടെ പണി പഠിച്ച് എടുത്തേക്കാണ്. അങ്ങനെ ആ പണിഞ്ഞിട്ടിപ്പോൾ അത് വളരെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ രീതിയിൽ ആ പണിയൊക്കെ നടത്തുന്ന നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഈ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ, ഇപ്പോൾ ബീഹാറിലൊക്കെ കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്നത് കാർപ്പൻറ്ററി വർക്കുകൾ നടത്തുന്നത് കൂടുതലും മുസ്ലിങ്ങളാണ്. യു പിയിലുമൊക്കെ ഏറ്റവും കൂടുതൽ. ഇപ്പം ഡൽഹിയിലും എല്ലാം ഫർണിച്ചർ സ്ഥാപനങ്ങളിലൊക്കെ പണിയെടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മുസ്ലിങ്ങളാണ് അവിടെ കാർപ്പൻറ്ററി വർക്ക് നടത്തുന്നത് മുഴുവൻ. അതുകൊണ്ട് ഇന്ന ഒരു വർഗത്തിന് ജോലി എന്നുള്ളത് അങ്ങ് മാറിക്കഴിഞ്ഞു. ഇപ്പം അതൊന്നുമില്ല. കാരണം അതൊരുമാതിരി ഭേദപ്പെട്ട ഒരു ജോലിയായിട്ട് എല്ലാവർക്കും ഇപ്പം അംഗീകരിച്ചു. ആ രീതിയിലുള്ള ജോലി അത് ഏത് സമൂഹവും ഇപ്പം എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ രീതിയിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ ഈ വിദേശത്ത് നിന്ന് ആളുകളുടെ ഒഴുക്ക് ഇങ്ങോട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അപ്പോൾ ആസാമിലൊക്കെ ഉള്ള ആളുകൾ പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു ദുബായ് ആയിട്ടാണ് കണക്കാക്കുന്നത് കേരളം ഒരു ദുബായ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതിൻ്റെ കാരണം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല സാലറി ഉണ്ട്. അപ്പോൾ ആ നമ്മൾ ഇവിടുത്തുകാർ ദുബായ് പോകുന്നതിന് ഈക്വലായിട്ടാണ് വെളിയിൽ നിന്നുള്ള പശ്ചിമ ബംഗാളുകാരോ അല്ലെങ്കിൽ ഒറീസക്കാരോ ആസാമുകാരോ ഒക്കെ നേരെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വെച്ച് പിടിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വരും, ഇവരെ ഊറ്റിയെടുക്കാനായിട്ടുള്ള കുറേ സംഘങ്ങളുണ്ട്. വൈറ്റ് കോളർ ക്രൈംസ് നടത്തുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ. കുറേ ബ്രോക്കർമാരും ഏജൻസിയൊക്കെ ഉണ്ട്.
യഥാർത്ഥ യുവമാരെയൊക്കെ ആദ്യം നിരോധിക്കണം. അതാ വേണ്ടി അവിടുന്ന് വരുന്ന ഒരാൾക്ക് ഇവിടെ വന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക, ചെയ്തതിന് ശേഷം അവർ തൊഴിൽ അന്വേഷിക്കുക, അത് ഏതെങ്കിലും തൊഴിൽ കേന്ദ്രത്തിലോട്ട് ചെല്ലുക. ഈ ഏജൻസിയിലൊന്നും പോകാതെ അവിടെ ചെന്നിട്ട് അവർക്ക് അതിൻ്റെ ഒരു മെക്കാനിസം ഉണ്ടാക്കണം ഗവൺമെൻറ് നേതൃത്വത്തിൽ. കാരണം അവരെ റിക്രൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ തൊഴിലാളികളെ വേണ്ട ആരാന്ന് പറഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവർ വരുമ്പോൾ അവിടോട്ട് ആ കേന്ദ്രത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ ഇവർക്ക് ജോലി അലോട്ട് ചെയ്യാം. അപ്പോൾ അതിനിടയിലുള്ള ചൂഷണം ഇല്ലാതാവും. മറ്റേത് ഇപ്പോൾ എന്താ, ഇവിടെ 1000 രൂപയ്ക്ക് ഒരു 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 വിദേശ ജോലിക്ക് കിട്ടും, ഈസിയാണ്. 1000 രൂപയ്ക്ക് അവരെ കിട്ടും. അതേസമയം അതൊരു മലയാളി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് 1500 രൂപ വേണം. ഇവർ 1000 രൂപയ്ക്ക് ചെയ്യും. ഈ 1000 രൂപയ്ക്ക് ചെയ്യുന്നത് മാത്രമല്ല, ഈ മലയാളി ആണെങ്കിൽ ഒരു 6 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് പകരം ഇവർ 8-10 മണിക്കൂർ ജോലി ചെയ്യാൻ അവർ തയ്യാറാണ്. ജോലി ചെയ്യും. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് ജോലിയായാലും അവർ ചെയ്യും. അവർ കൈമൈ മറന്ന് ഉത്സാഹത്തോടുകൂടി അവർ ജോലി ചെയ്യും. ആ കിട്ടുന്ന ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് ഈ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ചൂഷകരുണ്ട്. ഇപ്പം ഈ കൊണ്ടുവരുന്ന ഇവർക്ക് തൊഴിൽ കൊടുക്കുന്നതെന്ന് പറയുന്ന ഏജൻസി ഉണ്ടല്ലോ, ഈ 1000 രൂപ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 200 രൂപ അതിൽ നിന്ന് പിടിച്ചു പറിക്കും. ബാക്കി 800 രൂപയുള്ളൂ. പക്ഷെ അത് കിട്ടിയാലും മതി ഈ പാവങ്ങൾക്ക്. കാരണം അവർക്ക് ജീവൻ കഴിഞ്ഞു പോകണം. പക്ഷെ ഇതിനിടയിലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഇതിലും ക്രിമിനൽ വാസനയുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം അതിപ്പോൾ ഒഡീഷയിൽ നിന്ന് വന്നേക്കുന്ന ആളുകൾ ഇവിടെ കേരളത്തിന് എത്തുന്ന ഏറ്റവും വലിയ സംഭാവന എന്താ? കഞ്ചാവ്. കാരണം അവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കഞ്ചാവ്. അവിടെ ഇഷ്ടംപോലെ ഫോറസ്റ്റ് ഏരിയയിൽ ശരിക്കും കഞ്ചാവ് കൃഷി ചെയ്യും. അവിടുന്ന് അത് വെട്ടി ഉണക്കി റെഡിയാക്കി എടുത്ത് അതായത് കഞ്ചാവിൻ്റെ ഫ്ലവറിങ് ടോപ്സ് ആൻഡ് ഇതാണ് ഈ ഫ്ലവേഴ്സും ഫ്ലവറിങ് ടിപ്സ് ആൻഡ് ഇതാണ് ടോപ്സ് ആണ് ഈ ഗഞ്ച എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഗം അത് വെട്ടി ഉണക്കി റെഡിയാക്കി അവിടുന്ന് ഇഷ്ടംമാതിരി ഇവർ കൊണ്ടുവരുമ്പോൾ ചാക്കിനകത്ത് കയറ്റി ട്രെയിനിലോ അല്ലെന്നുണ്ടെങ്കിൽ ലോഡ് കണക്കിന് ലോറിയിലൊക്കെയാണ് കയറ്റി അയക്കുന്നത്. അതിൻ്റെ ഒരു 4-1 പോലും പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ബാക്കി നമ്മുടെ എക്സൈസുകാരൊക്കെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 4-1 താഴെയുള്ള പിടുന്നേ നടക്കുന്നുള്ളൂ. ഇത് എളുപ്പമൊന്നുമല്ല പിടിക്കാൻ. കാരണം ഒരു ക്രൈം ചെയ്യുന്ന ഒരുത്തനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് എല്ലാ പ്രിക്കോഷണറി മെഷേഴ്സും എടുത്തുകൊണ്ടേ അവർ ചെയ്യുള്ളൂ ഇത് പിടിക്കപ്പെടാതിരിക്കാൻ. പിടിക്കണമെങ്കിൽ അതിനപ്പുറത്തെ ശക്തി വേണം, അതിനപ്പുറത്തെ കഴിവുള്ള ആൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവരിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ അവർ അതും കച്ചവടം നടത്തും. അപ്പം അതിൽ നിന്നുള്ള വരുമാനമുണ്ട്. കൂടെ അങ്ങ് ഒഡീഷയിലേക്ക് പോകും.